ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 28-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായമാണ്. മനോഹരമായിരിക്കുന്ന അധ്യായമാണ്. വീണ്ടെടുപ്പിൻ്റെ കഥ പൂർത്തിയാകുന്നൊരു അധ്യായമാണിത്. മോവാബ് സ്ത്രീയായിരിക്കുന്ന രൂത്ത് ഈ അധ്യായം അവസാനിക്കുമ്പോൾ ബോവസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന മാന്യനായ യഹൂദൻ്റെ ഭാര്യ മാത്രമല്ല, ചരിത്രം അല്പം കൂടെ മുൻപോട്ട് പോയിട്ട് ഇത് എഴുതിയത് പിന്നെ സംഭവിച്ച ശേഷം എഴുതിയാണ്, ആഡ് ചെയ്തതാണെന്ന് വിചാരിക്കുന്നു. താൻ കർത്താവിൻ്റെ കാര്യം പറയുന്നില്ലെങ്കിലും ദാവീദിൻ്റെ വല്യമ്മയായിട്ട് തീർന്നു എന്ന കഥ പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. ഇത് മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം മുഴുവനും. രൂത്തിൻ്റെയും ബോവസിൻ്റെയും ചരിത്രം ദൈവിക നടത്തിപ്പിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു ചരിത്രമാണ്. പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള നടപ്പിൻ്റെ ചരിത്രമാണെന്ന് പറയാം. വിഗ്രഹാരാധനയിൽ നിന്നും ഏകസത്യ ദൈവാരാധനയിലേക്കുള്ള ചരിത്രമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ മനോഹരമായിരിക്കുന്നൊരു ചിത്രമാണിത്. ദൈവജനത്തിൻ്റെ വിശ്വാസത്യാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിജാതീയ സ്ത്രീയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ചരിത്രമാണിത്. വീണ്ടെടുപ്പിൻ്റെ ധർമ്മം ഒരാൾ അവഗണിച്ചപ്പോൾ മറ്റൊരാൾ വീണ്ടെടുപ്പിൻ്റെ ധർമ്മം നിവർത്തിച്ചതിൻ്റെ ചരിത്രമാണിത്. 2 വീണ്ടെടുപ്പുകാരാണ് ഉണ്ടായിരുന്നത് നവോമിക്ക്, എലിമലേക്കിന്. അതിൽ ഏറ്റവും അടുത്ത ആളിനോട് ബോവസ് പറഞ്ഞു, നീ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. കാര്യമൊക്കെ പറഞ്ഞു വന്ന് രൂത്തിനെ കൂടെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ബോവസ് തന്നെ വീണ്ടെടുപ്പായി. ഭക്തിയും സ്നേഹവും ഉത്തരവാദിത്വ ബോധവും കൂട്ടിമുട്ടിയതിൻ്റെ ചരിത്രമാണിത്. അതാണിത്. ഭക്തിയും സ്നേഹവും ഉത്തരവാദിത്വ ബോധവും ബോവസിൻ്റെ കാര്യത്തിൽ അതാണ്. രൂത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഭൗതിക മൂല്യങ്ങൾ പിന്തള്ളി ആത്മീയ മൂല്യങ്ങളെ ആദരിച്ച ചരിത്രമാണ് ഈ ബന്ധത്തിൻ്റെ പിന്നിലുള്ളത്. രൂത്തിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. അവളുടെ ഭൗതിക ബന്ധങ്ങളെല്ലാം വിട്ടുമാറി. നവോമി രൂത്തിന് കൊടുത്തതായിരിക്കുന്ന ഉപദേശമെന്ന് പറഞ്ഞാൽ, നിൻ്റെ സഹോദരി ചെയ്തതുപോലെ നീ നിൻ്റെ ദേവന്മാരുടെയും നിൻ്റെ ബന്ധുക്കളുടെ അടുക്കിലേക്ക് പോകാനാണ് പറഞ്ഞത്. നവോമി അങ്ങനെ തികഞ്ഞ ഒരു ആത്മീയ സ്ത്രീയൊന്നും ആയിരുന്നില്ല. ഏകസത്യ ദൈവമേ ഉള്ളൂ എന്നൊക്കെ അവൾ വിശ്വസിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ നീ നിൻ്റെ ദേവന്മാരുടെ അടുക്കിലേക്ക് പോകാനായിട്ട് പറയുമായിരുന്നില്ല. നവോമി എന്ന് പറഞ്ഞാൽ ദേശത്ത് ബേത്ലഹേമിൽ അരിയില്ലാതെ വന്നപ്പോൾ അരികളെടുത്ത് പോയ ഒരു സ്ത്രീയാണ്. ആരാധന വിട്ടുകളഞ്ഞു, ദൈവാലയത്തെ വിട്ടുകളഞ്ഞു, എല്ലാം വിട്ടുകളഞ്ഞിട്ട് പോയ ഒരാളാണ്. എന്നാൽ നവോമി അങ്ങനെയാണെങ്കിൽ തന്നെയും രൂത്ത് തൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിന്നു. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ശക്തമായൊരു പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട്, നീ മരിച്ചടക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഞാനും മരിച്ചടക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലായിരിക്കും ഞാൻ മരിച്ചടക്കപ്പെടുന്നത് എന്ന് പറയുവാൻ തക്ക വിശ്വാസം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായ ഈ ചരിത്രം രൂത്തിൻ്റെ വിശ്വസ്തത, സ്നേഹം, വിശ്വാസം, ഭക്തി ഇവയാൽ അനുഗ്രഹീതമായി. നവോമിയുടെ ജീവിത പരാജയങ്ങളെ രൂത്ത് നിഷ്പ്രഭമാക്കി. 2 പുത്രന്മാരും ഭർത്താവ് നഷ്ടപ്പെട്ട ആ സ്ത്രീക്ക് 7 പുത്രന്മാരെക്കാൾ ഉത്തമയായ ഒരു മരുമകളെ ലഭിച്ചു. അങ്ങനെയാണ് ആളുകൾ പറഞ്ഞത്, നിൻ്റെ വീട്ടിലേക്ക് വന്ന ഈ സ്ത്രീ നിനക്ക് 7 മക്കളേക്കാൾ ഉത്തമയല്ലോ. അങ്ങനെ തന്നെയായിരുന്നു. അമ്മായിമ്മ മരുമകൾ പോരൊക്കെ ഉള്ളതായിരിക്കുന്ന കാലമായിരുന്നു അക്കാലം. ഇന്നും അതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ രൂത്ത് അങ്ങനെയുള്ള യാതൊരു പോരിനും അവസരം കൊടുത്തെന്ന് മാത്രമല്ല, ഒരു സ്വന്തം മകൾ അമ്മയെ നോക്കുന്നതിനേക്കാൾ എത്ര നന്നായിട്ടാണ് രൂത്ത് നവോമിയെ നോക്കിയത്. അവൾ നവോമിക്ക് ആഹാരത്തിന് വേണ്ടി പോയി കൊയ്തു പെറുക്കി കൊണ്ടുവന്നു. അവൾ കഴിച്ചത് ആഹാരത്തിൻ്റെ ഒരു ഭാഗമേ കഴിച്ചുള്ളൂ. അവൾ വയറ് നിറച്ച് കഴിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പകുതി അവൾ കഴിച്ചു, പകുതി അമ്മായിമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അങ്ങനെയാണ് അവൾ ചെയ്തത്. അത്ര മനോഹരമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ രൂത്തിൻ്റെ മഹത്വം നവോമി ദർശിച്ചോന്ന് എനിക്കറിയില്ല. ദർശിച്ചിരുന്നു എങ്കിൽ അവളെ വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുമായിരുന്നില്ല. നിൻ്റെ സഹോദരി ഓർപ്പ ചെയ്തതുപോലെ നീ പോകൂ, നിൻ്റെ ദേവന്മാരുടെ ദൈവമാരുടെ അടുക്കിലേക്ക് എന്ന് പറയുമായിരുന്നു. ഒരിക്കലും പറയുമായിരുന്നില്ല. പക്ഷേ ദൈവം രൂത്തിൻ്റെ മഹത്വത്തെ ദർശിച്ചോന്ന് ചോദിച്ചാൽ, ദൈവം രൂത്തിനെ മഹത്വവതിയാക്കി തീർത്തു. രൂത്തിൻ്റെ മഹത്വം കൊണ്ട് ദൈവം അവളെ തിരഞ്ഞെടുത്തു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അവളെ മഹത്വവതിയാക്കി തീർത്തത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നടത്തിപ്പും മാനുഷിക പരാജയങ്ങളെ അവഗണിക്കുന്നു. ദൈവം കരുണയുള്ളവനാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 3 മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രൂത്തിൻ്റെ ചരിത്രം പൂവണിഞ്ഞത്. ദാവീദ് രാജാവിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും വല്യമ്മയാകുവാനുള്ള ഭാഗ്യം ദൈവം രൂത്തിന് നൽകി. ഭക്തനായ ബോവസ്
ദൈവജനത്തിലെ വീണ്ടെടുപ്പിൻ്റെ പ്രമാണം ഹൃദയംഗമായി അംഗീകരിച്ച് നടപ്പാക്കിയതുകൊണ്ടാണ് ഈ കഥ ഇങ്ങനെ പര്യവസാനിക്കുന്നത്. 2 വീണ്ടെടുപ്പുകാരാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ വീണ്ടെടുപ്പുകാരനോട് ബോവസ് പറഞ്ഞു, നീയാണ് ആദ്യം വീണ്ടെടുക്കേണ്ടത്, നിനക്കാണുള്ള അവകാശം ഒന്നാമതുള്ളത്. അവൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ രൂത്തിനെ കൂടെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞു. ബോവസും അതേ മനോഭാവമാണ് പുലർത്തിയിരുന്നെങ്കിൽ അങ്ങനെയല്ല. ദൈവജനത്തിൽ പറയുന്ന പ്രമാണം ബോവസ് മാനിച്ചു. നിൻ്റെ സഹോദരൻ മരിച്ചു പോവുകയും അവൻ്റെ ഭാര്യയ്ക്ക് മക്കളില്ലാതെയാവുകയും ചെയ്താൽ നീ അവളെ വിവാഹം കഴിച്ച് അവൾക്ക് മക്കൾ ജനിപ്പിക്കണം. ഇവിടെ അതുമല്ല. അന്യദേശത്തേക്ക് സ്വത്തെല്ലാം വിറ്റിട്ട് പോയതായിരിക്കുന്ന എലിമലേക്കും നവോമിയും അതുപോലെ മഹ്ളോനും ഗില്യോനും അവരെ തിരിച്ചു വന്നില്ല പുരുഷന്മാർ. അതിന് പകരം വന്നതൊരു നവോമി ഒരു രൂത്തുമാണ്. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമലേക്കിൻ്റെയും രൂത്തിൻ്റെ ഭർത്താവായിരിക്കുന്ന ഗില്യോൻ്റെയും ആ ദേശം സ്വത്തുക്കൾ അവിടെയുണ്ട്. അത് വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ബോവസിനായിരുന്നു. ബോവസ് അത് വീണ്ടെടുത്തു. ബോവസിൻ്റെ ആദ്യ ഭാര്യയിൽ നിന്ന് ഉണ്ടായിരുന്ന മക്കളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ മക്കൾക്ക് ന്യായമായി ലഭിക്കേണ്ടതായിരിക്കുന്ന സ്വത്താണ് രൂത്തിനെ വീണ്ടെടുക്കുവാനായിട്ട്, ഈ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങുവാനായിട്ട് ബോവസ് ഉപയോഗിച്ചത്. ആ സ്വത്തുക്കളെല്ലാം പോയതാകട്ടെ രൂത്തിൽ ബോവസിന് ലഭിച്ചതായിരിക്കുന്ന മകനാണ്. വളരെ മനോഹരമായിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ് അതുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഈ മോവാബി പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് അവളുടെ അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, സഹോദരിമാരെ വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട്, രക്തബന്ധത്തിലുള്ള എല്ലാവരെയും വിട്ട്, അവളുടെ നാട് വിട്ട്, അവളുടെ ദേശം വിട്ട്, അവളുടെ ആഹാര രീതി വിട്ട്, അവളുടെ വസ്ത്രരീതി വിട്ട്, എല്ലാം വിട്ടിട്ട്, അവളുടെ സംസ്കാരം വിട്ടിട്ടാണ് പോകുന്നത്. അവൾ ആകെ കൂടെ കണ്ടത്, അവൾ പറഞ്ഞു കേട്ടതായിരിക്കുന്ന യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, ഉടമ്പടിയെക്കുറിച്ച്, അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയെക്കുറിച്ചൊക്കെയുള്ള അവളുടെ പരിമിതമായിരിക്കുന്ന അറിവ്, വളരെ പരിമിതമായ അറിവ്. നമുക്കറിയാം ഒരു പിന്മാറ്റത്തിലേക്ക് പോയതായിരിക്കുന്ന നവോമി നൽകിയതായിരിക്കുന്ന അറിവ് മാത്രമാണ്. പക്ഷേ ദൈവം ആ അറിവിനെ മാനിച്ചു. നവോമി അവൾക്ക് നൽകിയതായിരിക്കുന്ന കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ അവൾ മാനിച്ചു. അതനുസരിച്ച് അവൾ പെരുമാറി. ദൈവം ആ ബന്ധത്തെ അനുഗ്രഹിച്ചു. നമുക്കത് വലിയൊരു പാഠമാണ്, വലിയൊരു പ്രോത്സാഹനമാണ്. ദൈവത്തെ മാനിച്ച്, ദൈവസത്യങ്ങളെ മാനിച്ച്, നാം അറിഞ്ഞ സത്യങ്ങൾ കുറച്ചേ ഉള്ളെങ്കിലും അതിനെ മാനിച്ച് അനുസരണത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന നമ്മെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. രൂത്തിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ബോവസിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ മാനിച്ച് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങേ മാനിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. രൂത്തിനെ പോലെ അങ്ങേ മാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബോവസിനെ പോലെ അങ്ങേ മാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം രൂത്തിനെയും ബോവസിനെയും അനുഗ്രഹിച്ചു. ദാവീദിൻ്റെ ഒരു വല്യമ്മയായി തീരുവാൻ തക്കവണ്ണം രൂത്തിനും വല്യപ്പനായി തീരുവാൻ ബോവസിനും ഭാഗ്യം ലഭിച്ചു. ദൈവത്തെ മാനിച്ച ഒരു ദമ്പതികളുടെ വംശാവലിയിലാണല്ലോ ദാവീദും പിന്നെ നമ്മുടെ കർത്താവും വന്നതെന്ന് ഓർക്കുകയാണ്. ഞങ്ങളും ദൈവത്തെ മാനിച്ച് ജീവിക്കുവാൻ സഹായിക്കണമേ. ഈ ദിവസത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. ദൈവമഹത്വത്തിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളോടും നടത്തി തരണമേ. ആപത്തനത്തിൽ വിടുവിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.